ആളുകളെ സ്വാധീനിക്കാനുള്ള 6 ഡാർക്ക് സൈക്കോളജി തന്ത്രങ്ങൾ നമുക്ക് നോക്കാം. ഈ സൂത്രവിദ്യകൾ നിങ്ങൾക്ക് സോഷ്യൽ സാഹചര്യങ്ങളിൽ വലിയൊരു മുൻതൂക്കം നൽകുമെന്നാണ് പറയുന്നത്. ആദ്യം നമുക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള 3 തന്ത്രങ്ങൾ നോക്കാം. ഇപ്പോൾ ഒരാൾ നമ്മളോട് സോറി പറയുന്നു, പക്ഷെ അവരത് വീണ്ടും ചെയ്യുമോ എന്നൊരു പേടി. ഈ സാഹചര്യത്തെ മാറ്റാൻ ഒരു ചെറിയ മറുപടി മതി. ഒരു പ്രശ്നവുമില്ല എന്നതിന് പകരം നന്ദി എന്ന് പറയുക. ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ ഇതവരുടെ കാഴ്ചപ്പാടിനെ മാറ്റുന്നു, തെറ്റ് ആവർത്തിക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നു. അടുത്തത്, ആളുകളെ കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ സമ്മതിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സൂത്രപ്പണിയാണ്. സമയം ചോദിക്കുന്ന പോലെയുള്ള ചെറിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോൾ ഒന്ന് തലയാട്ടുക. ഈ ചെറിയൊരു ആംഗ്യം മതി, നിങ്ങൾ അടുത്തത് പറയുന്ന കാര്യത്തോട് അവർക്ക് യോജിക്കാൻ തോന്നും. ഒരാൾക്കൂട്ടത്തിൽ പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധ നേടാൻ എന്തു ചെയ്യും? അതിശയകരവും എന്നാൽ വളരെ സിമ്പിളുമായൊരു വഴിയുണ്ട്. ഞെട്ടലോടെ ആകാശത്തേക്ക് നോക്കുക. ഇത് ആളുകളുടെ ആകാംക്ഷയെ മുതലെടുക്കും. അവരും സ്വാഭാവികമായി മുകളിലേക്ക് നോക്കിപ്പോകും. ഓക്കെ, ഇനി ചില പ്രശ്ന സാഹചര്യങ്ങളെ എങ്ങനെ നേരിടാമെന്ന് നോക്കാം. ഇപ്പോൾ ഒരാൾ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ അവരെ മാന്യമായി ഒന്ന് നിർത്താം? കയ്യിലുള്ള എന്തെങ്കിലും താഴെയിടുക. അത് എടുക്കാനായി കുനിയുമ്പോൾ സംസാരിച്ചു തുടങ്ങുക. അതൊരു സ്വാഭാവിക ബ്രേക്ക് ഉണ്ടാക്കും. ഇനി നിങ്ങളെ ആരെങ്കിലും കളിയാക്കുകയാണെങ്കിലോ, അതിനുമൊരു വഴിയുണ്ട്. അവരെ നോക്കിച്ചിരിക്കുക. ഇത് തീർത്തും അപ്രതീക്ഷിതമായൊരു നീക്കമായിരിക്കും. നിങ്ങളുടെ ആ ചിരി അവരെ ശരിക്കും ഞെട്ടിക്കും. അവരുടെ ആ ഒരു പവർ അതോടെ തീരും. അടുത്ത ടെക്നിക് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ചിലർ ദേഷ്യം വന്നാൽ ഭയങ്കരമായി ഒച്ചയെടുക്കും. അതെങ്ങനെ നിർത്താം? വളരെ ശാന്തമായിട്ട് ചോദിക്കുക, ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ലേ? ഈ ഒരു ചോദ്യം അവരുടെ ദേഷ്യത്തിൽ നിന്നും ശ്രദ്ധ മാറ്റി സ്വയം ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. ശരി, അപ്പോൾ നമ്മൾ പഠിച്ച 6 തന്ത്രങ്ങളും പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാം. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ തന്ത്രങ്ങൾ ഓരോരുത്തരിലും ഓരോ പോലെ ആയിരിക്കും പ്രവർത്തിക്കുക. അതുകൊണ്ട് സൂക്ഷിച്ചുപയോഗിക്കുക. ഇവിടെയാണ് അവസാനത്തെ ചോദ്യം വരുന്നത്. ഈ തന്ത്രങ്ങൾ ഒരു സഹായമാണോ അതോ ആയുധമാണോ?